ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക് ഇന്ന് ഹൈപ്പോതൈറോയിഡ്സ് ആണ്. അപ്പം ഹൈപ്പോതൈറോയിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് തൈറോയിഡ് കുഞ്ഞായിരിക്കുന്ന കണ്ടീഷൻ ആണ്. ഹൈപ്പോതൈറോയിഡ്സ് എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഹോർമോൺസിന്റെ ലെവൽ കുറവാണ്, പക്ഷെ തൈറോയിഡ് ഗ്ലാൻഡ് കുഞ്ഞാവാം വലുതാവാം. ഈ എൻലാർജ്മെന്റ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് അല്ലെങ്കിൽ ചിലപ്പോൾ അട്രോഫിഡ് തൈറോയിഡ് ആവാം. ഹൈപ്പോതൈറോയിഡിസം അസോസിയേറ്റഡ് വിത്ത് എൻലാർജ് തൈറോയിഡും ആവാം, സ്മോൾ തൈറോയിഡും ആവാം. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, ഒരു ഇൻട്രഡക്ഷൻ പോലെ. അപ്പൊ ഫസ്റ്റ് നമുക്ക് തൈറോയിഡ് ഹോർമോൺസ് ഏതൊക്കെയാന്ന് പറയാം. മെയിൻ ആയിട്ട് രണ്ട് ഹോർമോൺസ് ആണ് വരുന്നത്, T3 T4. T3 എന്ന് പറഞ്ഞാൽ ട്രൈ ഐഡോ തൈറോണിൻ, പിന്നെ T4 എന്ന് പറഞ്ഞാൽ ടെട്രാ ഐഡോ തൈറോണിൻ. കാണാമല്ലോ. ഈ ടെട്രാ ഐഡോ തൈറോണിന്റെ വേറൊരു പേരാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് പിറ്റ്യൂട്ടറി എന്ന് വരുന്ന ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് വരുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് തൈറോയിഡിൽ ആക്ട് ചെയ്തിട്ട് ഈ T3 T4 ഒക്കെ റിലീസിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ TSHന്റെ ലെവലാണ് നമ്മൾ നോർമലി നോക്കുന്നത്, തൈറോയിഡ് മര്യാദയ്ക്ക് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ TSHന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ നോർമൽ ലെവൽ 0.5 to 5 MIU/L ആണ്. അപ്പം അതിനകത്ത് മോർ ദാൻ 5 വരുവാണെങ്കിൽ നമുക്ക് പറയാം ഹൈപ്പോതൈറോയിഡിസം ആണ്. ലെസ് ദാൻ 0.5 ആണ്, ഞാൻ എഴുതിയ തെറ്റിപ്പോയത്. ലെസ് ദാൻ 0.5 ആണെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം എന്നും പറയാം. അപ്പം ഈ മോർ ദാൻ 5 ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേന് ആദ്യമേ ഹൈപ്പോതൈറോയിഡിസം അല്ല, ഹൈപ്പോതൈറോയിഡിസിന് മുമ്പ് ഫസ്റ്റ് ഒരു സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവും, പിന്നെ പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം, അങ്ങനെയാണ് വരുന്നത്. പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം, സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം, ടെർഷ്യറി ഹൈപ്പോതൈറോയിഡിസം, അങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. അതിനു മുമ്പ് നമുക്ക് ഇതെങ്ങനെ സെക്രീറ്റ് ചെയ്യണേ നോക്കണം, എന്നാലേ അത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ സെക്രീഷൻ വരുന്നത്. അതായത് നമുക്കറിയാം തൈറോയിഡ് എന്ന് പറയുമ്പോൾ 2 ലോബ്സ് ഉണ്ടല്ലോ, അതിനകത്ത് കുറെ ലോബ്യൂൾസ് ഉണ്ട്. ഈ ലോബ്യൂൾസിനകത്ത് ഫോളിക്കിൾസ് ഉണ്ട്. അപ്പൊ ഒരു ഫോളിക്കിൾ എടുക്കുവാണെങ്കിൽ ഒരു വെല്ല് പോലെ ഇരിക്കും, എന്ന് വെച്ചാൽ ഒരു സർക്കിള് ചുറ്റും കുറെ സെൽസ്. ഇത് ഈ പടം കണ്ടോ, ഇതൊരു ഫോളിക്കിൾ ആണ് കാണിക്കുന്നത്. ഇപ്പൊ ഫോളിക്കിളിനെ ലൈൻ ചെയ്ത് ഫോളിക്കുലർ സെൽസ് ഉണ്ട്, അതിന്റെ നടുക്ക് കൊളോയിഡ് ഉണ്ട്. ഈ ഫോളിക്കുലർ സെൽസിനെയാണ് നമ്മൾ തൈറോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ കൊളോയിഡിലുള്ള ഒരു മോളിക്യൂൾ ആണ് തൈറോഗ്ലോബുലിൻ. അപ്പൊ ഈ തൈറോഗ്ലോബുലിനകത്ത് കണ്ടോ, അതിനകത്താണ് T3 T4 ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വന്നാലേ ഇതിനകത്ത് നിന്ന് ഈ T3 T4 ഒക്കെ റിലീസ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇവിടെ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിനകത്ത് അയോഡിൻ ഉണ്ടാവണം. ഈ അയോഡിൻ ആണെങ്കിൽ I- ആയിട്ടാണ് ബ്ലഡിൽ അബ്സോർബ് ആവുന്നത്. അതാണ് ഈ ബ്ലഡ് വെസലിനകത്ത് I- ഇരിക്കുന്നത്. ഈ I- ഈ തൈറോയിഡ് സെൽസിന് മാത്രമേ ഈ I+ ആക്കിയിട്ട് അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ തൈറോയിഡ് സെൽസിനകത്ത് വെച്ചിട്ട് ഈ I- I+ ആക്കും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് തൈറോസിൻ പെറോക്സിഡേസ്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കോസും പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സും അതൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും ഇതറിയാമെങ്കിൽ. ഓക്കെ, അപ്പം ഇത് ചുമ്മാ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ I- നമ്മുടെ ഫോളിക്കുലർ സെൽസ് എന്ത് ചെയ്യും, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ റിലീസ് ചെയ്യുമ്പോൾ I- അബ്സോർബ് ചെയ്യും. തൈറോസൈറ്റ്സ്, അതായത് ഫോളിക്കിളിനകത്തുള്ള ഫോളിക്കിൾസിനെ ലൈൻ ചെയ്യുന്ന സെൽസ് ആണ് തൈറോസൈറ്റ്സ്. ഇപ്പൊ തൈറോസൈറ്റ്സിനകത്തുള്ള ഒരു എൻസൈം ഉണ്ട്, തൈറോസിൻ പെറോക്സിഡേസ് എന്ന് പറഞ്ഞാൽ, അത് ഈ I- I+ ആക്കും. ഈ I+ ഇതിനകത്ത് നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഈ തൈറോസിനുമായിട്ട് കമ്പൈൻ ചെയ്താണ് അയോഡിൻ എൻസൈംസിന്റെ പ്രസൻസിൽ MIT DIT മോളിക്യൂൾസ് ഉണ്ടാക്കി ഇത് കമ്പൈൻ ചെയ്തിട്ട് T3 T4 ഉണ്ടാകും. ഓക്കെ, ഇനി ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ T3 T4 T4 ആണ് പ്രൈമറി ഹോർമോൺ. മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് T4 ആണ്. പെരിഫറൽ സർക്കുലേഷനിൽ വരുമ്പോഴും ഈ T4 എന്ത് ചെയ്യും, T3 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഈ പെരിഫറൽ സർക്കുലേഷനിൽ മെയിൻ ആയിട്ട് T3യും ഹോർമോൺ ആക്ച്വലി സെക്രേറ്റ് ചെയ്യുന്ന ഫോം T4 ആണ് മെയിൻ ആയിട്ട്. പിന്നെ ഒരു പോയിന്റ് ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരിഫറൽ സർക്കുലേഷൻ ഞാൻ പറഞ്ഞല്ലോ T4 T3 ആവുന്ന. അപ്പൊ ഇപ്പൊ ഒരു പേഷ്യന്റ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെന്ന് വിചാരിച്ചു, അപ്പം തൈറോയിഡ് ഫംഗ്ഷൻ ചെയ്യുന്നില്ല, അപ്പൊ ഹോർമോൺ ലെവല് കുറഞ്ഞു. അപ്പം T4 കുറയുമ്പോൾ ഈ നോർമൽ തൈറോയിഡ് ലെവൽ കുറയുമ്പോഴത്തേനും T4 എന്ത് ചെയ്യും, T3 ആയിട്ട് കൺവേർട്ട് ചെയ്യും. കാരണം T3 ആണ് ആക്റ്റീവ് ഫോം. തൈറോയിഡ് ഫംഗ്ഷൻസ് ഒക്കെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് T3 ആണ്. ഓക്കെ, അപ്പൊ പെരിഫറൽ സർക്കുലേഷനിലുള്ള T4 എല്ലാം കൂടെ T3 ആവും. അപ്പൊ ഒരു പേഷ്യന്റ് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ നമ്മൾ T3 ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല, അത് കൂടി തന്നെ ഇരിക്കും. മനസ്സിലായോ? ഇനിഷ്യൽ സ്റ്റേജിൽ ഇപ്പൊ തൈറോയിഡിന്റെ ലെവൽ കുറയുവാണെങ്കിൽ ഈ ഫങ്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ടുള്ള T4 എല്ലാം കൂടെ T3 ആയിട്ട് മാറും. അപ്പൊ T3 ആണ് അവസാനത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. ഹൈപ്പോതൈറോയിഡിസം വരുമ്പോൾ കുറയുന്ന ഏറ്റവും ലാസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് T3 ആണ്. അപ്പൊ T3 ഒരു റിലയബിൾ ഫാക്ടർ അല്ല നമുക്ക് ഹൈപ്പോതൈറോയിഡിസം ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ T4 ഉം TSH മാത്രമേ നമ്മൾ മെയിൻ ആയിട്ട് നോക്കത്തുള്ളൂ. അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്.
മനസ്സിലായോ എന്തുകൊണ്ടാണ്? മനസ്സിലായി. ഓക്കെ. ഇനി ഇതിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നത് നോക്കാം. കണ്ടോ, നമ്മൾ ഹൈപ്പോതലാമസിൽ നിന്നാണ് റെഗുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൈപ്പോതലാമസ് എന്ത് ചെയ്യും? തൈറോട്രോപ്പിൻ റിലീസിങ് ഹോമോൺ എന്ന് പറഞ്ഞൊരു ഹോമോൺ റിലീസ് ചെയ്യും. അത് വന്ന് നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്യും. അപ്പൊ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ത് ചെയ്യും? റിലീസ്ഡ് ആവും. ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോമോൺ വന്ന് തൈറോയ്ഡ് ഗ്ലാൻഡിൽ ആക്ട് ചെയ്തിട്ടാണ് തൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, T3 T4. ഓക്കെ. അപ്പം ഈ T3 T4 കുറെ ആക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ T3 T4 എന്തെങ്കിലും കുറവ് വരുവാണെങ്കിൽ TSH കൂടും, പിന്നെ TRH കൂടും. ഓക്കെ. ഫീഡ്ബാക്ക് മെക്കാനിസം വരെയാണ് തൈറോയ്ഡ് ഹോർമോൺസ് റെഗുലേറ്റഡ് ആവുന്നത്. പിന്നെ ഈ തൈറോയിഡിന്റെ ടൈപ്സ് പറയാം. കുറെ ടൈപ്സ് ഉണ്ട്. അബ്നോർമാലിറ്റി എവിടെ വരുന്നു വെച്ചിട്ട് കുറെ ടൈപ്സ് ഉണ്ട്. ഓക്കെ. അപ്പം ഹൈപ്പോതൈറോയിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ തൈറോയിഡിന്റെ ലെവൽ ഫോൾ ചെയ്യാണ്. അപ്പൊ അത് എവിടെ എന്തൊക്കെ റീസൺസ് കാരണം വരാം? അത് ഒന്ന് ഗ്ലാൻഡിന്റെ റീസൺ കാരണം വരാം, അല്ലെ? ഗ്ലാൻഡിന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH കുറഞ്ഞാലും വരാമല്ലോ, അല്ലെങ്കിൽ TRH കുറഞ്ഞാലും വരാം. 3 ലെവൽസിൽ വരാം. അപ്പം തൈറോയിഡിന്റെ പ്രശ്നം കാരണമാണ് ഹൈപ്പോതൈറോയിഡിസം വന്നെങ്കിൽ നമ്മൾ അതിനെ പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. ഓക്കെ. പക്ഷെ ഇപ്പം സപ്പോസ് തൈറോയിഡിന്റെ ഫങ്ഷൻ കുറഞ്ഞുപോയി, അപ്പൊ T3 T4 കുറയുമ്പം എന്ത് സംഭവിക്കും? ഇവിടെ ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ടല്ലോ. T3 T4 ജസ്റ്റ് ഒന്ന് ഫോൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പം പിറ്റ്യൂട്ടറി ആക്റ്റീവ് ആണെങ്കിൽ പിറ്റ്യൂട്ടറി TSH കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യത്തില്ലേ? അപ്പൊ ഇനിഷ്യലി TSH കൂടിയിരിക്കുമ്പം TSH കൂടുതലായിരിക്കും, പക്ഷെ T3 T4 നോർമൽ ആയിരിക്കും. അങ്ങനെ ഒരു സ്റ്റേജ് വരും. അതാണ് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഫീച്ചേഴ്സ് ഇല്ല, ഹൈപ്പോതൈറോയിഡിസത്തിന് ഫീച്ചേഴ്സ് ഇല്ല. കാരണം ഈ ഫങ്ഷൻസ് കോമ്പൻസേറ്റഡ് ആവുന്നുണ്ട്. ഈ T3 T4 സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. TSH കൂട്ടിയിട്ട് TSH കൂടുന്നത് കാരണം ഈവൻ ദോ തൈറോയിഡ് അത്രയും നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിലും തൈറോയിഡ് ഹോർമോൺസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം. ഓക്കെ. ഇനി ആന്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ലെവലിൽ വെച്ചിട്ടാണ് പ്രോബ്ലം എങ്കിൽ, ഇപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറിക്കാണ് പ്രശ്നം, TSH റിലീസ് ചെയ്യുന്നില്ല. ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ അത് അങ്ങനെ വരുന്ന ഹൈപ്പോതൈറോയിഡ്സ് ആണ് സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം. ഇനി ഹൈപ്പോതലാമസിന്റെ ലെവലിൽ വെച്ചിട്ടാണ് പ്രോബ്ലം എങ്കിൽ അതിനെ നമ്മൾ പറയും ടെർഷ്യറി ഹൈപ്പോതൈറോയിഡിസം എന്ന്. ഓക്കെ. ഈ സെക്കൻഡറിയും ടെർഷ്യറി എന്ന് പറഞ്ഞാൽ സെക്കൻഡറി പറയുമ്പോൾ ആന്റീരിയർ പിറ്റ്യൂട്ടറിക്കാണ് പ്രശ്നം, ടെർഷ്യറി എന്ന് പറയുമ്പോൾ ഹൈപ്പോതലാമസിനാണ് പ്രശ്നം. അപ്പൊ അതിനെ നമ്മൾ സെൻട്രൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. സെക്കൻഡറിയും ടെർഷ്യറിയും നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ഹൈപ്പോതൈറോയിഡിസം. ഇനി ഇത് എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ചോദിച്ചാൽ ഇത് കണ്ടോ, അപ്പം ഈ കണ്ടീഷൻസിലെല്ലാം ഇതെല്ലാം ഹൈപ്പോതൈറോയിഡ്സ് ആണ്. അപ്പൊ T3 T4 എന്തായാലും കുറവായിരിക്കും. ഈ TSHന്റെയും TRHന്റെയും ലെവൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് ടൈപ്പ് ആണ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. കാരണം എന്താ, പ്രൈമറി പറയുമ്പോൾ ഗ്ലാൻഡിനാണ് പ്രശ്നം. അപ്പൊ TSHും TRHും അവിടെ കാണും, T3 T4 മാത്രമായിരിക്കും കുറവ്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ പിറ്റ്യൂട്ടറിക്കല്ലേ പ്രശ്നം. അപ്പൊ പിറ്റ്യൂട്ടറിന്ന് എന്താ TSH വരുന്നില്ല, അപ്പൊ TSH കുറവായിരിക്കും. പക്ഷെ ഹൈപ്പോതലാമസിന് TRH വരുന്നുണ്ട്, അത് എലിവേറ്റഡ് ആയിരിക്കും. ഇനി ടെർഷ്യറി പറയുമ്പോൾ TSHും കുറയും TRHും കുറയും, കാരണം ഒന്നും വരത്തില്ല. ഹൈപ്പോതലാമസിൽ നിന്നുള്ള സ്റ്റിമുലേഷനിൽ നിന്നല്ലോ, ഇങ്ങോട്ടൊന്നും വരത്തില്ല. ഒരു പിക്ചർ കാണിച്ചു തരാം. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കണ്ടോ, പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ TSHന്റെ ലെവൽ എലിവേറ്റഡ് ആയിരിക്കും. ഫ്രീ T4 ഞാൻ പറഞ്ഞല്ലോ, T3 നമ്മൾ നോക്കത്തില്ല, അത് റിലയബിൾ സോഴ്സ് അല്ല. നമ്മൾ ഫ്രീ T4 ലെവലും TSH ലെവലും മാത്രമേ നോക്കത്തുള്ളൂ. ഓക്കെ. ഫ്രീ T4 കുറവായിരിക്കും. സബ് ക്ലിനിക്കൽ ആകുമ്പോഴത്തേനും T4 നോർമൽ ആയിരിക്കും, പക്ഷെ TSH എലിവേറ്റഡ് ആയിരിക്കും. സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം ടെർഷ്യറിനകത്ത് കൊടുത്തിട്ടില്ല. സെക്കൻഡറിയിലാണെങ്കിൽ എന്താ, TSH നോർമൽ അല്ലെങ്കിൽ ലോ ആയിരിക്കും, ഫ്രീ T4 ലോ ആയിരിക്കും. ഓക്കെ. ഈ ഫ്രീ T4 ഉം സാധാ T4 തമ്മിൽ എന്താ വ്യത്യാസം? സാധാ T4 ഫ്രീ T4 അതൊരു വ്യത്യാസമൊന്നും കാണത്തില്ല. അവരൊരു ഗുമ്മിന് പറഞ്ഞായിരിക്കും ഫ്രീ T4 എന്ന്, എനിക്കറിയത്തില്ല. നമ്മൾ പറയുന്ന ഫ്രീ T4 ടെസ്റ്റ് ചെയ്യും, ഫ്രീ T3 ചെക്ക് ചെയ്യും എന്നാ പറയുന്നത്. പിന്നെ ഇതിനൊരു പോയിന്റ് പറയാന്ന് വെച്ചാൽ ഇത് മെയിൻ ആയിട്ട് അഫക്റ്റഡ് ആവുന്നത് ഫീമെയിൽസിലായിരിക്കും. ഓക്കെ. ഫീമെയിൽസിൽ 6 times more commonly affected than men ആണ് ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷൻ. ഓക്കെ. പിന്നെ അതിന് നമുക്ക് ആക്ച്വൽ ടോപ്പിക്കിലോട്ട് വരാം. ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കോസസ് ആണ്. ഓക്കെ. കോസസ് ആണ് ആദ്യം പറയുന്നത്. കോസസ് പറയുമ്പം പ്രൈമറി ഹൈപ്പോതൈറോയിഡിസത്തിന് കുറെ കോസസ് ഉണ്ട്, സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസത്തിന് കുറെ കോസസ് ഉണ്ട്.
ഓക്കെ, ഇത് ഞാൻ നോട്ട് എഴുതിയിട്ടില്ല കേട്ടോ, എഴുതിയെടുക്കാണ് ഞാൻ പറയുന്ന ഈ ഒരു PPT നോക്കിയിട്ട് എഴുതിയെടുത്തു. അപ്പൊ പ്രൈമറി കോസസ്, പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഗ്ലാൻഡിനാണ് പ്രശ്നം ആണല്ലോ. അപ്പൊ അത് ഓട്ടോ ഇമ്മ്യൂൺ കോസ് കാരണം വരാം. ഓക്കെ, ഓട്ടോ ഇമ്മ്യൂൺ കോസസ് എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് പറയുന്നതാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, സ്പോണ്ടേനിയസ് എട്രോഫിക് ഹൈപ്പോതൈറോയിഡിസം ഒക്കെ. ഇതിൽ ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ് മോസ്റ്റ് കോമൺ കോസ് ഫോർ ഹൈപ്പോതൈറോയിഡിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു കോസായി ഓട്ടോ ഇമ്മ്യൂൺ കോസ്, അതിനകത്ത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസും പറയാം, സ്പോണ്ടേനിയസ് എട്രോഫിക് ഹൈപ്പോതൈറോയിഡിസും പറയാം. പിന്നെ ഉള്ളത് അയഡിൻ ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പൊ അയഡിൻ ഡെഫിഷ്യൻസി. ഓക്കെ, പിന്നെ തൈറോയിഡ് അക്ടമി ചെയ്ത പേഷ്യൻസിന്, തൈറോയിഡ് റിമൂവ് ചെയ്താൽ ഉണ്ടാവത്തില്ല, അപ്പൊ തൈറോയിഡ് അക്ടമി ചെയ്ത പേഷ്യൻസിന്. പിന്നെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് വരാം. ഡ്രഗ്സ് മെയിൻ ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത് ലിത്യം, അമിയോഡറോൺ, പിന്നെ ആന്റി തൈറോയിഡ് ഏജന്റ്സ്. അതിനകത്ത് മെയിൻ ഓർക്കേണ്ടത് ലിത്യം അമിയോഡറോണും ആണ്. ഓക്കെ, അപ്പൊ ഈ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് വരാം. പിന്നെ ഇൻഫിൽട്രേറ്റീവ് ഡിസോർഡേഴ്സ് ലൈക്ക് സാർക്കോയിഡോസിസ്, അമൈലോഡോസിസ് അതൊക്കെ കാരണം വരാം. പിന്നെ ഗോയിട്രോജനിക് ഫുഡ്സ് കാരണം വരാം. ഇതൊക്കെയാണ് ഗോയിട്രോജനിക് ഫുഡ്സ്. കണ്ടോ, ഇതൊക്കെയാണ് ഗോയിട്രോജനിക് ഫുഡ്സ് എന്ന് പറയുന്നത്. അതായത് ബ്രോക്കോളി, കോളിഫ്ലവർ, കാലി, ക്യാബേജ്, കസാവ, മില്ലറ്റ്, സോയാബീൻസ്. ഇതിനകത്ത് രണ്ടെണ്ണം വല്ല ഓർത്താൽ മതി. കോളിഫ്ലവർ, ക്യാബേജ് ഒക്കെ കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അയഡിൻ അപ്ടേക്കിനെ അവർ ഇൻഹിബിറ്റ് ചെയ്യും. നമ്മൾ സിന്തസൈസ് പഠിച്ച സമയത്ത് പറഞ്ഞു അയഡിൻ വേണം, ഇത് അയഡിൻ ഉണ്ടെങ്കിൽ, അയഡിൻ ആണ് ബേസിസ് എന്ന് പറയുന്നത് തൈറോയിഡ് ഹോർമോൺസിന്റെ. ഓക്കെ, അപ്പൊ അതിന്റെ അപ്ടേക്ക് ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇതുണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെ ഹൈപ്പോതൈറോയിഡിസം വരാം. അപ്പൊ ഇതൊക്കെ പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം വരുന്നതാണ്. പിന്നെ ട്രാൻസിയന്റ് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ടെമ്പററി ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. അതിനകത്ത് വരുന്നതാണ് ഡി ക്യൂർവെയിൻസ് തൈറോയിഡൈറ്റിസ്. ഓക്കെ, അപ്പം പ്രൈമറിയുടെ കോസസ് എന്തൊക്കെയാണ്, ഫസ്റ്റ് ഓട്ടോ ഇമ്മ്യൂൺ കോസ് പറയാം, അതിനകത്ത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പറയാം, സ്പോണ്ടേനിയസ് എട്രോഫിക് ഹൈപ്പോതൈറോയിഡിസം അല്ല സോറി സ്പോണ്ടേനിയസ് എട്രോഫിക് തൈറോയിഡൈറ്റിസ് ആണ്, സ്പോണ്ടേനിയസ് എട്രോഫിക് തൈറോയിഡൈറ്റിസ് വരാം. പിന്നെ ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ് മോസ്റ്റ് കോമൺ കോസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്, അത് ഓർത്ത് വെച്ചോണം. പിന്നെ രണ്ടാമത്തെ കോസ് പറഞ്ഞത് അയഡിൻ ഡെഫിഷ്യൻസി, പിന്നെ തൈറോയിഡക്ടമി കാരണം വരാം, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് കാരണം വരാം. എന്തൊക്കെ ഡ്രഗ്സ് ആ പറഞ്ഞത്, ലിഥിയം, അമിയോഡറോൺ, പിന്നെ ആന്റി തൈറോയിഡ് ഏജന്റ്സ്. ഓക്കെ, പിന്നെ ഇൻഫിൽട്രേറ്റീവ് ഡിസോർഡേഴ്സ് ലൈക്ക് സാർക്കോയിഡോസിസ്, അമൈലോഡോസിസ് കാരണം വരാം. പിന്നെ ട്രാൻസിയന്റ് തൈറോയിഡൈറ്റിസ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്, അത് മെയിനായിട്ട് ഡി ക്യൂർവെൻസ് തൈറോയിഡൈറ്റിസ് അതിനകത്ത് കാണുന്നതാണ്. പിന്നെ പറയുന്നത് സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം. സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം എന്ത് കാരണം വരുന്നത്, പിറ്റ്യൂട്ടറിക്കല്ലേ പ്രശ്നം, പിറ്റ്യൂട്ടറിയുടെ പ്രശ്നമാണ്. അപ്പൊ അതിനകത്ത് രണ്ട് കോസ് പറയുന്നുണ്ട്, ഒബ്സ്ട്രക്റ്റീവ് കോസും നോൺ ഒബ്സ്ട്രക്റ്റീവ് കോസും. ഒബ്സ്ട്രക്റ്റീവ് കോസ് എന്ന് പറയുന്നത് ഷീഹാൻ സിൻഡ്രോം ആണ്. ഷീഹാൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പാർട്ടം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നെക്രോസിസ് ആണ്. അപ്പൊ അവിടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ കുറയുന്നു, അത് കാരണം ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവും. പിന്നെ നോൺ ഒബ്സ്ട്രക്റ്റീവ് കോസിൽ പറയുന്നത് പിറ്റ്യൂട്ടറി സർജറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, റേഡിയേഷൻ, ഹീമോക്രോമറ്റോസിസ് അതൊക്കെയാ പറയുന്നത്. ഓക്കെ, പിന്നെ ടേർഷറി വരുമ്പോൾ ഹൈപ്പോതലാമിക് ഡിസ്ഫങ്ഷൻ അത്രേ പറയുന്നുള്ളൂ, പ്രത്യേകിച്ച് കോസ് ഒന്നും കണ്ടില്ല. ഓക്കെ, അപ്പൊ അത്രയാണ് കോസസ് എന്ന് പറയുന്നത്. മനസ്സിലായോ, ഒന്നുകൂടെ പറയണോ? ഹലോ, കുഴപ്പമില്ല. ഇനി അടുത്തത് നമ്മൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുകയാണെ. അതിന് മുമ്പ് ഞാൻ ഫങ്ഷൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഫങ്ഷൻസ് പറഞ്ഞിട്ട് ക്ലിനിക്കൽ ഫീച്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇതാണ് തൈറോയിഡ് ഹോർമോൺസിന്റെ ഫങ്ഷൻസ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ റോൾ ഇൻ ഗ്രോത്ത്, പിന്നെ ഡെവലപ്മെന്റിൽ റോൾ ഉണ്ട്, ഹാർട്ട് റേറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യും, ഹാർട്ട് കൺട്രാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും, പിന്നെ പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് സിന്തസിസ് സ്റ്റിമുലേറ്റ് ചെയ്യും, കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് ഡീഗ്രഡേഷൻ നടത്തും, പിന്നെ എൻഹാൻസ് ബീറ്റ അഡ്രിനോർജിക് റിസെപ്റ്റേഴ്സ് ടു കാറ്റക്കോളമൈൻ, ഇറ്റ് ഇൻക്രീസസ് വൈറ്റമിൻ റിക്വയർമെന്റ്സ്. ഇങ്ങനെ കുറെ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത് കുറയുന്ന കാരണം ഇതൊന്നും നടക്കത്തില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ആയിരിക്കും ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഓരോ സിസ്റ്റം വൈസ് നമുക്ക് പറയാം ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഫസ്റ്റ് GIT പറയാം. GITയിൽ വരുമ്പം ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് GITയിൽ വരുന്നത്. പിന്നെ CVSൽ വരുമ്പോഴത്തേനും BP കൂട്ടും. കാരണം നമ്മൾ പറയുന്നുണ്ടല്ലോ ഇതിന്റെ നോർമൽ ഫംഗ്ഷൻ പറഞ്ഞാൽ ഹാർട്ട് റേറ്റ് കൂട്ടുക, പിന്നെ ഹാർട്ട് കൺട്രാക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളതാണ്. അപ്പം CVS വരുമ്പം ഇവിടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ BP കൂടും, ഹാർട്ട് റേറ്റ് കുറയും, പിന്നെ കാർഡിയാക് ഔട്ട്പുട്ട് ഒക്കെ കുറഞ്ഞിട്ട് കാർഡിയാക് ഫെയിലിയർ ഉണ്ടാവും, പെരികാർഡിയൽ എഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. ഓക്കെ,
പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുമ്പോഴത്തേനും പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വന്നിട്ട് ഗലക്ടോറിയ ഉണ്ടാവും. ഈ ഗലക്ടോറിയ ഉണ്ടാവുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ തൈറോയിഡ് റിലീസിങ് ഹോർമോൺ ആദ്യം ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്യും എന്ന് പറഞ്ഞില്ലേ. ഈ തൈറോയിഡ് റിലീസിങ് ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്യുമ്പോൾ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും റിലീസ് ചെയ്യും, പ്രൊലാക്റ്റിനും റിലീസ് ചെയ്യും. ഓക്കെ, അപ്പം ഹൈപ്പോതൈറോയിഡിസം വരുമ്പോഴത്തേനും T3 T4 കുറവാണ്. അപ്പൊ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴി അവിടെ TSH നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴി പോയിട്ട് ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റ് ചെയ്ത് TRH കൂടുതലായിട്ടുണ്ടാവും. TRH കൂടുമ്പോൾ TSH മാത്രമല്ല കൂടുന്നത്, പ്രൊലാക്റ്റിനും കൂടും അല്ലേ. അപ്പം പ്രൊലാക്റ്റിനും കൂടുന്നത് കാരണം അങ്ങനെയാണ് ഗലക്ടോറിയ ഉണ്ടാവുന്നത്. ഓക്കെ, ഈ ഗലക്ടോറിയ വരുന്നത് പ്രൈമറി ഹൈപ്പോതൈറോയിഡിസത്തിൽ മാത്രമാണ്. ഓക്കെ, അങ്ങനെ ഒരു പോയിന്റ് കൂടെ. പിന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഇമ്പോർട്ടൻസ്, മെനോറേജിയ, ഇൻഫെർട്ടിലിറ്റി, അതൊക്കെ വരും. പിന്നെ ഹെമറ്റോളജിക്കൽ ഇത് വരുമ്പോഴത്തേനും മാക്രോസൈറ്റിക് അനീമിയ കാണാൻ പറ്റും. പിന്നെ ഡെർമറ്റോളജിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ മിക്സഡിമ കാണും. മിക്സഡിമ എന്ന് പറഞ്ഞാൽ നോൺ പിറ്റിംഗ് എഡിമയാണ്. ഓക്കെ, നോൺ പിറ്റിംഗ് എഡിമ ഓഫ് ദ സ്കിൻ ഓഫ് ഹാൻഡ്സ്, ഫീറ്റ് ആൻഡ് ഐലിഡ്സ്, അതിനെയാണ് നമ്മൾ മിക്സഡിമ എന്ന് പറയുന്നത്. മിക്സഡിമ ഒരു നല്ല ഫീച്ചറാണ് ഇതിന്റെ. ഓക്കെ, പിന്നെ ഡ്രൈ സ്കിൻ ആൻഡ് ഹെയർ ഉണ്ടാവും, അലോപീഷ്യ ഉണ്ടാവും, കാരോട്ടിനീമിയ കാണും. കാരോട്ടിനീമിയ വരാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈറോയിഡ് ഹോർമോൺസ് ആണ് ബീറ്റ കാരോട്ടിനെ വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ തൈറോയിഡ് ഹോർമോൺസ് ഇല്ലാത്ത കാരണം അതിന്റെ അക്യുമുലേഷൻ വന്നിട്ട് കാരോട്ടിനീമിയ ഉണ്ടാവും. ഓക്കെ, അപ്പൊ പേഷ്യന്റിനെ കാണാൻ ഒരുമാതിരി ജോണ്ടിസ് വന്ന പോലെ ഇരിക്കും. പക്ഷെ ജോണ്ടിസും കാരോട്ടിനീമിയ നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോണ്ടിസ് ഉള്ള പേഷ്യന്റ് നമ്മൾ സ്ക്ലീറയെ നോക്കിയാൽ മതി. സ്ക്ലീറയെ നോക്കുമ്പോൾ യെല്ലോയിഷ് ആണെങ്കിൽ പേഷ്യന്റ് ജോണ്ടൈസ്ഡ് ആണ്. അല്ല, ആ സ്ക്ലീറ യെല്ലോയിഷ് ആവത്തില്ല കേട്ടോ. കാരോട്ടിനീമിയയുടെ കേസിൽ സ്ക്ലീറ യെല്ലോയിഷ് ആവത്തില്ല. അങ്ങനെ ചുമ്മാ പറഞ്ഞേ. അപ്പൊ അതൊരു ഫീച്ചറാണ്, കാരോട്ടിനീമിയ ഉണ്ടാവും. പിന്നെ പെരി ഓർബിറ്റൽ പഫിനെസ് ഉണ്ടാവും. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈറോയിഡ് ഹോർമോൺസ് ആണ് ഗ്ലൈക്കോസ് അമിനോഗ്ലൈക്കൻസ് എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. ഈ ഗ്ലൈക്കോസ് അമിനോഗ്ലൈക്കൻസിന്റെ ബ്രേക്ക് ഡൗണിന് ഹെൽപ്പ് ചെയ്യുന്നത് T3 T4 ആണ്. അപ്പം ഈ T3 T4 ഇവിടെ കുറയുന്ന കാരണം ഗ്ലൈക്കോസ് അമിനോഗ്ലൈക്കൻസിന്റെ ബ്രേക്ക് ഡൗൺ നടക്കത്തില്ല. അപ്പൊ ഈ ഗ്ലൈക്കോസ് അമിനോഗ്ലൈക്കൻസ് അക്യുമുലേറ്റ് ചെയ്യും. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഗ്ലൈക്കോസ് അമിനോഗ്ലൈക്കൻസ് എന്ത് ചെയ്യും, ഒത്തിരി വാട്ടർ അതിന്റെ സർഫസിലോട്ട് അബ്സോർബ് ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെയാണ് അവിടെ ഫുൾ പെരി ഓർബിറ്റൽ പഫിനെസ് ഒക്കെ ഉണ്ടാവുന്നത്. പിന്നെ പേഷ്യന്റിന് ഫേഷ്യൽ പാലർ ഉണ്ടാവും. ഫേഷ്യൽ പാലർ ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ വാസോ കൺസ്ട്രക്ഷൻ അനീമിയ ഒക്കെ കാരണമാണ് പേഷ്യന്റിന് ഫേഷ്യൽ പാലർ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അതെത്രയാണ് ഡെർമറ്റോളജിക്കൽ ഫീച്ചേഴ്സ്. പിന്നെ ന്യൂറോമസ്കുലർ സിസ്റ്റത്തിലോട്ട് വരുമ്പം ഇതിനകത്തെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മിക്സഡിമ ഉണ്ടാവുന്ന സ്കിന്നില് അതേ സംഭവം തന്നെ ഈ അക്കിലിസ് ടെൻഡൻ ഇല്ലേ, അവിടെയൊക്കെ ഇതുപോലത്തെ ഡിപ്പോസിഷൻ ഒക്കെ വന്നിട്ട് മിക്സഡിമ ഉണ്ടാവും. അപ്പൊ അത് കാരണം അതിന്റെ റിലാക്സേഷൻ സ്ലോ ആയിരിക്കും. അതിനെ നമ്മൾ ഹങ് അപ്പ് ആങ്കിൾ ജർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ എല്ലാ ടെൻഡൻ റിഫ്ലക്സസും റിലാക്സ്ഡ് ആവും. അതിനെ വിളിക്കുന്ന പേരാണ് വോൾട്ട്മാൻ സൈൻ. ഓക്കെ, ഓൾട്ട്മാൻ സൈൻ. ഓൾട്ട്മാൻസ് സൈൻ. ഓക്കെ, അപ്പൊ ഓൾട്ട്മാൻ സൈൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഡിലേഡ് റിലാക്സേഷൻ ഓഫ് ടെൻഡൻ റിഫ്ലക്സസ് ആണ്. ഓക്കെ, അത് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ഒരു ഫീച്ചർ ആണ്. പിന്നെ വരുന്ന ഡിമെൻഷ്യ, സെറിബെല്ലാർ എറ്റാക്സിയ, മയോപ്പതി, ഇങ്ങനത്തെ കുറെ ഫീച്ചേഴ്സ് കാണും. പിന്നെ മിസ്ലേനിയസ് ആയിട്ട് പറയുന്നതാണ് കോൾഡ് ഇൻടോളറൻസ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാർഡിയാക് ഔട്ട്പുട്ട് കുറയുന്ന കാരണം കോൾഡ് ഇൻടോളറൻസ് ഉണ്ടാവും. പിന്നെ ഹോസ്നെസ് ഓഫ് വോയിസ്, സ്ലോഡ് സ്പീച്ച്, പുവർ ഹിയറിംഗ്, ഇങ്ങനെയൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് മനസ്സിലായോ? ഇത് ഒരു സമ്മറി പോലെ കൊടുത്തേക്കുന്നത്. അക്ലിസ് ടെൻഡൻ എന്തോന്നാ പറഞ്ഞേ? അക്വിലിസ് ടെൻഡനിൽ മിക്സഡിമ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ടെൻഡന്റെ റിലാക്സേഷൻ കുറയും. അപ്പൊ അതിനെ വിളിക്കുന്നതാണ് ഹങ് അപ്പ് ആങ്കിൾ ജർക്ക് എന്ന് പറയും. സ്പെല്ലിംഗ് ഓക്കെ, hung up angle jerk. Hung up angle jerk. ഓക്കെ, ഇത് ചുമ്മാ കുറെ ഫീച്ചേഴ്സ് കൊടുത്തേക്കുക. തിന്നിങ് ഹെയർ ലോസ് നമ്മൾ പറഞ്ഞല്ലേ, പഫി ഫേസ്, പിന്നെ ലോസ് ഓഫ് ഐബ്രോ ഹെയർ, എൻലാർജ് തൈറോയിഡ്. ഈ എൻലാർജ് തൈറോയിഡ് കാണണം എന്നൊന്നുമില്ല, ചിലപ്പോൾ അട്രോഫി കാരണോ ഹൈപ്പോതൈറോയിഡിസം വരാം. പിന്നെ സ്ലോ ഹാർട്ട് ബീറ്റ്, ഡ്രൈ ആൻഡ് കോൾ സ്കിൻ, കോൺസ്റ്റിപ്പേഷൻ, പുവർ അപ്പറ്റൈറ്റ്, ഇൻഫെർട്ടിലിറ്റി, ഹെവി മെൻസ്ട്രുവേഷൻ, കൂൾ എക്സ്ട്രിമിറ്റീസ് ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ലിംബ്, കാർപ്പൽ ടണൽ സിൻഡ്രം, വെയിറ്റ് ഗെയിൻ, പുവർ മെമ്മറി, ഇൻടോളറൻസ് ടു കോൾഡ്, ഫീലിംഗ് ഓഫ് ടയർഡ്നെസ്.
ഓക്കെ, സിസ്റ്റം വൈസ് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഓർത്തിരിക്കുമായിരിക്കും. ഒന്നുകൂടെ പറയട്ടെ. GIT എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? കോൺസ്റ്റിപ്പേഷൻ, അപ്പറ്റൈറ്റ് പറയും. കോൺസ്റ്റിപ്പേഷൻ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വെയിറ്റ് ഗെയിൻ. പിന്നെ CVS-ലാകുമ്പോഴത്തേനും എന്താ? ഹാർട്ട് റേറ്റ് കുറയും. ഹാർട്ട് റേറ്റ് കുറയും, BP കൂടും, പെരികാർഡിയൽ എഫ്യൂഷൻ ഉണ്ടാവും, കാർഡിയാക് ഫെയിലിയർ ഒക്കെ ഉണ്ടാവും. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുമ്പോൾ പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടാവും. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് ഗാലക്ടോറിയ ഉണ്ടാവും, ഇമ്പോർട്ടൻസ്, മെനോറേജിയ, ഇൻഫെർട്ടിലിറ്റി. ഹെമറ്റോളജിക്കലിലാണെങ്കിൽ മാക്രോസൈറ്റിക് അനീമിയ കാണാം. പിന്നെ ഡെർമറ്റോളജിക്കൽ ഫീച്ചേഴ്സ് പറയുന്നതാണ് മിക്സഡിമ. മിക്സഡിമ എന്ന് പറഞ്ഞാൽ എന്തോ പറഞ്ഞത്? നോൺ പിറ്റിംഗ് എഡിമയാണ്. ഓക്കെ, നോൺ പിറ്റിംഗ് എഡിമ ഓഫ് ദ സ്കിൻ ഓഫ് ഹാൻഡ്സ്, ഫീറ്റ് ആൻഡ് ഐലിഡ്സ്. പിന്നെ ഡ്രൈ സ്കിൻ, ഡ്രൈ ഹെയർ, അലോപീഷ്യ, കരോട്ടിനീമിയ, പെരി ഓർബിറ്റൽ പഫിനെസ്, ഫേഷ്യൽ പാലർ. ന്യൂറോമസ്കുലർ ഫീച്ചേഴ്സ് പറയുമ്പോൾ മിക്സഡിമ ഓഫ് അക്യൂലിസ് ടെൻഡൻ. അന്നേരം കാണുന്ന സൈൻ ആണ് ഹങ് അപ്പ് ആങ്കിൾ ജർക്ക് എന്ന് പറയുന്നത്. പിന്നെ എല്ലാ ടെൻഡൻ റിഫ്ലെക്സസും ഡിലേഡ് ആയിരിക്കും. ഡിലേഡ് റിലാക്സേഷൻ ഓഫ് ടെൻഡൻ റിഫ്ലെക്സസ്, അതിനെ വിളിക്കുന്ന ആ പേര് എന്തുവാ? സൈന്റെ പേര് ഓൾട്ട്മാൻ സൈൻ. പിന്നെ ഡിമെൻഷ്യ ഉണ്ടാവും, സെറിബെല്ലർ അറ്റാക്സിയ, മയോപ്പതി. ദെൻ മിസലേനിയസിൽ ഞാൻ പറഞ്ഞാണ് കോൾഡ് ഇൻടോളറൻസ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ്, കോൾഡ് ഇൻടോളറൻസ്. പിന്നെ ഹോസ്നെസ് ഓഫ് വോയിസ്, സ്ലേർഡ് സ്പീച്ച്, പുവർ ഹിയറിംഗ്. ഓക്കെ, ഇതൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇഷ്ടംപോലെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ അടുത്തത് ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ എന്തായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്? തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് തന്നെ. ഓക്കെ, അപ്പൊ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നൊക്കെ. അപ്പൊ പ്രൈമറി ആണെങ്കിൽ നമുക്കറിയാം തൈറോയിഡിനാണ് പ്രശ്നം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പം പ്രൈമറിയുടെ തന്നെ കോസസ് നമ്മൾ കുറെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് ആന്റി തൈറോയിഡ് പെറോക്സിഡേസ് ആന്റിബോഡീസ് ഉണ്ടോ എന്ന് നോക്കണം. ഈ ആന്റി തൈറോയിഡ് പെറോക്സിഡേസ് ആന്റിബോഡീസ് ഉണ്ടോ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ് മോസ്റ്റ് കോമൺ കോസ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിനകത്തൊക്കെ ആണെങ്കിൽ ഈ ആന്റി തൈറോയിഡ് പെറോക്സിഡേസ് ആന്റിബോഡീസ് കാണും. അപ്പൊ അത് കോസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റി തൈറോയിഡ് പെറോക്സിഡേസ് ആന്റിബോഡീസ് നോക്കും. പിന്നെ സെക്കൻഡറി ആണെങ്കിൽ സെക്കൻഡറി ഹൈപ്പോതൈറോയിഡ്സ് ആണെങ്കിൽ MRI ഹെഡ് നോക്കണം. കാരണം പിറ്റ്യൂട്ടറിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ECG എടുത്ത് നോക്കും. ECG എടുത്ത് നോക്കുമ്പോഴത്തേനും നമ്മൾ പറഞ്ഞില്ലേ ബ്രാഡികാർഡിയ, അത് കാണാൻ പറ്റും. ഹാർട്ട് റേറ്റ് കുറയുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് കാണാൻ പറ്റും. പിന്നെ T വേവ് അബ്നോർമാലിറ്റീസ്, ST സെഗ്മെന്റ് അബ്നോർമാലിറ്റീസ് ഒക്കെ കാണുന്നു പറയുന്നുണ്ട്. പിന്നെ ഇത് കാരണം LDH ലെവല്, LDL ലെവലൊക്കെ കൂടിയിരിക്കും കേട്ടോ. ഈ ഹൈപ്പോതൈറോയിഡിസം പ്രീഡിസ്പോസസ് ദ പേഷ്യന്റ് ടു കൊറോണറി ആർട്ടറി ഡിസീസസ് ഞാൻ വായിച്ചായിരുന്നു. അപ്പം ഈ ലെവലൊക്കെ കൂടും. കാരണം ഇതെന്ന് പറഞ്ഞാൽ മെറ്റബോളിസത്തിന്, തൈറോയിഡ് ഹോർമോൺസ് മെറ്റബോളിസത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് റോൾ അല്ലേ. ഇവിടെ മെറ്റബോളിസം നടക്കുന്നില്ലല്ലോ. അപ്പം എല്ലാത്തിന്റെ അക്യുമുലേഷൻ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. LDH ലെവൽ കൂടും, LDL ലെവൽ കൂടും. പിന്നെ ക്രിയാറ്റിനിൻ കൈനേസ് കൂടിയിരിക്കും, സോഡിയത്തിന്റെ ലെവൽ കുറവായിരിക്കും. ഇതൊക്കെയാണ്. ഇതിനകത്തൊരു ചാർട്ട് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു സംഭവം അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇതിന്റെ കോസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്യുന്നത്. ഒന്നുമില്ല, ഇത് എളുപ്പമാണ്. അപ്പം ഒരു പേഷ്യന്റ് വന്നു, അപ്പൊ നമ്മൾ TFT ചെയ്തു. TFT ചെയ്തപ്പോഴത്തേനും നമുക്ക് TSH കൂടിയിരിക്കുന്ന, T4 കുറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം പേഷ്യന്റ് ഹൈപ്പോതൈറോയിഡ്സ് ആണ് മനസ്സിലായി. പക്ഷെ എന്ത് കാരണമാണെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ TSHന്റെ ലെവൽ നോക്കും. TSHന്റെ ലെവല് മോർ ദാൻ 20 MIU per ലിറ്റർ ആണോ ലെസ് ദാൻ 20 MIU per ലിറ്റർ ആണോ നോക്കും. അപ്പൊ മോർ ദാൻ 20 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും പ്രൈമറി ഹൈപ്പോതൈറോയിഡ്സ് ആണ്. അപ്പം അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ സെക്കൻഡറി ഹൈപ്പോതൈറോയിഡ്സിന്റെ ഫീച്ചേഴ്സ് ആണ് നോക്കുന്നത്. ഓക്കെ, കാരണം സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്താ, പിറ്റ്യൂട്ടറിയിലാണ് പ്രശ്നം. അപ്പൊ പിറ്റ്യൂട്ടറി നല്ല TSH വരുന്നത്, അപ്പൊ TSH അവിടെ കുറവായിരിക്കും. അപ്പം ലെസ് ദാൻ ആണെങ്കിൽ നമ്മൾ സെക്കൻഡറി ഹൈപ്പോതൈറോയിഡ്സിന്റെ ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അന്നാകുമ്പോൾ ഷീഹാൻ സിൻഡ്രോം ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെയൊക്കെ ഹിസ്റ്ററി എടുത്ത് നോക്കും. അതായത് പേഷ്യന്റ് എന്താ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് വന്നയാണോ, ഡെലിവറി കഴിഞ്ഞിട്ട് വന്ന പേഷ്യന്റ് ആണോ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഹിസ്റ്ററി ചോദിക്കാം. ഓക്കെ, മുന്നേ റേഡിയേഷൻ എടുത്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ. അതാണ് TSH ലെസ് ദാൻ 20 ആണെങ്കിൽ. അത് ചോദിച്ചതിന് ശേഷം ഇപ്പം നോ എന്നാണ്. അപ്പം സെക്കൻഡറി ഹൈപ്പോതൈറോയിഡ്സിന്റെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പ്രൈമറി ഹൈപ്പോതൈറോയിഡ്സ് എന്നുള്ള ഒരു അസംഷനിൽ നമ്മൾ കുറെ ട്രാൻസിയന്റ് തൈറോയിഡൈറ്റിസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. നെക്ക് പെയിൻ ഉണ്ടോ, ലെസ് ദാൻ 12 months പോസ്റ്റ്പാർട്ടം ആണോ, റീസെന്റ് സിംറ്റംസ് ഓഫ് തൈറോയ്ഡ് ടോക്സിക്കോസിസ് വല്ലതും ഉണ്ടോ, പിന്നെ ലെസ് ദാൻ 6 months സിൻസ് അയഡിൻ റേഡിയേഷൻ ആണ് ഓർ തൈറോയിഡെക്ടമി, അതൊക്കെ ചോദിക്കാം. അങ്ങനെ എന്ന് വെച്ചാൽ കോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഹിസ്റ്ററി എടുക്കുന്നതാണ് ഇതിനകത്ത് എഴുതിയേക്കുന്നത്. അതിനുശേഷം അതൊന്നും ഇല്ലെങ്കിൽ റെലവെന്റ് ഡ്രഗ്സ്, ഞാൻ പറഞ്ഞില്ല അമിയോഡറോൺ ലിത്തിയോക്ക് കാരണം ഹൈപ്പോതൈറോയിഡ്സ് ഉണ്ടോന്ന്, അപ്പൊ അത് വല്ലതും എടുത്തിട്ടുണ്ടോ, പിന്നെ തൈറോയിഡ് അബ്ലേഷൻ ചെയ്തതാണോ, പോസിറ്റീവ് ആന്റി തൈറോയിഡ് പെറോക്സിഡേസ് ആന്റിബോഡീസ് ഉണ്ടോ, ഇങ്ങനെ കോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കുറെ ഹിസ്റ്ററി എടുക്കും. മനസ്സിലായോ?
പിന്നെ അപ്പൊ അതത്രേ ഉള്ളൂ. അത് വേണ്ടാന്ന് തോന്നുന്നു. ഇത്രയും മതി. ഇൻവെസ്റ്റിഗേഷൻ എഴുതുമ്പോൾ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എഴുതണം. പിന്നെ ആന്റി തൈറോയ്ഡ് പെറോക്സൈഡ്സ് ആന്റിബോഡീസ് അത് നോക്കണം. MRI ഹെഡ് നോക്കണം. ECG എടുത്ത് നോക്കണം. പിന്നെ LDH LDL ലെവൽ നോക്കും. ക്രിയാറ്റിനിൻ കൈനേസ് ലെവലൊക്കെ നോക്കും. ഇത്രയൊക്കെ എഴുതിയാൽ മതി. പിന്നെ മാനേജ്മെന്റ്. ഓക്കെ, മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മള് ഇപ്പം തൈറോയ്ഡ് കുറഞ്ഞുകൊണ്ടാണല്ലോ ഈ പ്രശ്നം വന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ T4 ആണ് കൊടുക്കുന്നത്. അതിന്റെ ഫോമാണ് ലെവോതൈറോക്സിൻ. ഓക്കെ, നമ്മൾ ലെവോതൈറോക്സിൻ ആണ് കൊടുക്കുന്നത്. ലെവോതൈറോക്സിൻ ഇനിഷ്യലി 50 മൈക്രോഗ്രാം കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ 50 മൈക്രോഗ്രാം പെർ ഡേ കൊടുക്കും. അത് 3 വീക്സ് 50 മൈക്രോഗ്രാം പെർ ഡേ കൊടുക്കുക. അതിനുശേഷം നമ്മൾ അത് കൂട്ടും, 100 മൈക്രോഗ്രാം പെർ ഡേ കൊടുക്കും അടുത്ത 3 വീക്സിന്. പിന്നെ ലൈഫ് ലോങ് നമ്മൾ ഒരു മെയിൻ്റെനൻസ് ഡോസ് 150 മൈക്രോഗ്രാം പെർ ഡേ കൊടുക്കുക. ഓക്കെ, അതെങ്ങനെ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എംപ്റ്റി സ്റ്റൊമക് മോർണിംഗ് സിംഗിൾ ഡെയിലി ഡോസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, സിംഗിൾ ഡോസാ, മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക് ആയിട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇങ്ങനെ കൊടുത്തൊരു 6 വീക്സ് കഴിയുമ്പോൾ നമ്മൾ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ഒന്നുകൂടെ നോക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത്. പിന്നെ ഇപ്പൊ എൽഡർലി പേഷ്യൻസ് ആണ്. ആ പേഷ്യൻസിന് ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ 50 വെച്ച് തുടങ്ങത്തില്ല, 25 വെച്ച് തുടങ്ങാം. ഓക്കെ, 25 മൈക്രോഗ്രാം പെർ ഡേ വെച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ഈ ഹോർമോൺ കൊടുക്കുമ്പോഴത്തേനും കുറെ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നില്ലേ? അപ്പൊ ഹാർട്ടിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമായിരിക്കും. അപ്പൊ എന്തായാലും കുറച്ചേ കൊടുക്കത്തുള്ളൂ. എൽഡർലി പേഷ്യൻസിന് സ്റ്റാർട്ടിംഗ് ഡോസ് 25 മൈക്രോഗ്രാം പെർ ഡേ കൊടുക്കും. പിന്നെ ഇപ്പം കൊടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും വേഴ്സൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ബീറ്റ ബ്ലോക്കേഴ്സ്, വാസോ ഡൈലേറ്റേഴ്സ് ഒക്കെ കൂടെ കൊടുക്കുക. ഇപ്പൊ യങ്ങർ പേഷ്യൻസിനാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കൊടുക്കാം, 100 മൈക്രോഗ്രാം പെർ ഡേ കൊടുക്കാം. പിന്നെ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ ഫീച്ചേഴ്സ് വന്നിട്ടില്ല, TSH ലെവൽ ഒന്ന് എലിവേറ്റഡ് ആണെന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു പേഷ്യന്റിന് ഒരു 8 ഇയേഴ്സിൽ ഹൈപ്പോതൈറോയിഡിസം ഡെവലപ്പ് ചെയ്യാന്നാണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ ആന്റിബോഡീസ് നോക്കും, തൈറോയ്ഡ് പെറോക്സിഡേസ് ആന്റിബോഡീസ് ഉണ്ടോ എന്ന് നോക്കും. തൈറോയ്ഡ് പെറോക്സിഡേസ് ആന്റിബോഡീസ് ഉണ്ട് എങ്കിൽ മാത്രം നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. ഓക്കെ, ലെവോതൈറോക്സിൻ കൊടുക്കുക. ടു റീസ്റ്റോർ TSH ടു നോർമൽ നമ്മൾ ലെവോതൈറോക്സിൻ കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കണ്ട, നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യത്തേ ഉള്ളൂ പേഷ്യന്റിന് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ. ഓക്കെ, ആദ്യം നമ്മൾ ലെവോതൈറോക്സിൻ സ്റ്റെബിലൈസ് ചെയ്യുന്നത് വരെ കൊടുത്തിട്ട് സ്റ്റെബിലൈസ്ഡ് ആയി കഴിഞ്ഞാൽ TFT എവറി 2 ഇയർ റിപ്പീറ്റ് ചെയ്ത് നോക്കണം. ഇങ്ങനെ ഒരു സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ഒരിക്കൽ വന്ന ഒരു പേഷ്യന്റിനാണെങ്കിൽ. അത്രേ ഉള്ളൂ. അപ്പൊ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ മാനേജ്മെന്റ് കഴിഞ്ഞു. ഇനിന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയുടെ ടൈമിൽ എങ്ങനെയാണ്? പ്രഗ്നൻസിയുടെ സമയത്ത് ഹൈപ്പോതൈറോയിഡിസം പ്രഗ്നൻസി എന്നൊരു ടോപ്പിക് ഉണ്ട്. അപ്പം തൈറോയിഡിന്റെ റിക്വയർമെന്റ് കൂടുതലാണ് പ്രഗ്നൻസിയുടെ ടൈമിൽ. അപ്പൊ ഇത് ഡയഗ്നോസ് ചെയ്യാനും ഭയങ്കര പാടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അതിന്റെ ഡയഗ്നോസിസ് പറയാം. മറ്റേ ലെവലൊക്കെ സെയിം തന്നെ, അതായത് TSH എലിവേറ്റഡ് ആയിരിക്കും, T4 കുറവായിരിക്കും, അങ്ങനെയൊക്കെ തന്നെ സംഭവങ്ങളൊക്കെ. ഇനി ഡയഗ്നോസിസ് വരുമ്പോഴത്തേനും ഫീച്ചേഴ്സ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഈ പേഷ്യന്റിനെ വെയിറ്റ് ഗെയിൻ, ലെത്താർജി, കോൺസ്റ്റിപ്പേഷൻ എന്നൊക്കെ പറയുന്നത് കോമൺ പ്രഗ്നൻസിയുടെ ഫീച്ചേഴ്സ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ നമ്മൾ ഹൈപ്പോതൈറോയിഡിസം എന്നുള്ളത് മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ 3 ഫീച്ചേഴ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പ്രഗ്നന്റ് ഫീമെയിൽസിൽ നോക്കുന്നത്: കോൾഡ് ഇൻടോളറൻസ്, സ്ലോ പൾസ് റേറ്റ്, ഡിലേഡ് ടെൻഡൻ റിഫ്ലെക്സസ്. ഓക്കെ, ഈ 3 ഫീച്ചേഴ്സ് ആണ് പ്രഗ്നൻസിയിൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, എന്തൊക്കെയാ? കോൾഡ് ഇൻടോളറൻസ്, സ്ലോ പൾസ് റേറ്റ്, ഡിലേഡ് ടെൻഡൻ റിഫ്ലെക്സസ്. ഓക്കെ, അപ്പൊ അതാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ എഴുതാനുള്ളത്. പിന്നെ ഡയഗ്നോസിസ് പറയുമ്പോഴത്തേനും നേരത്തെ ഞാൻ പറഞ്ഞത് TSH മോർ ദാൻ 5 MIU per liter എന്നല്ലേ പറഞ്ഞത് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ഒരു ലെവല് പറഞ്ഞപ്പോഴത്തേനും. ഇവിടെ പ്രഗ്നൻസിയിലാണെങ്കിൽ കൂടുതൽ തൈറോയിഡ് ഹോർമോൺസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ TSH നോക്കുമ്പോൾ എലിവേറ്റഡ് മോർ ദാൻ 2.5 MIU per liter ആണെങ്കിൽ തന്നെ നമ്മൾ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡ്സ് ആണെന്ന് പറയും. അതാണ് ഡയഗ്നോസിസിൽ എഴുതാനുള്ളത്. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈപ്പോതൈറോയിഡിസം വന്നിട്ട് നമ്മൾ പേഷ്യന്റിന് തൈറോക്സിൻ കൊടുക്കുമ്പോഴത്തേനും പ്രഗ്നന്റ് ഫീമെയിൽസിന് ഒരിക്കലും അയൺ സപ്ലിമെന്റ്സും ഈ തൈറോയിഡും ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല. ഓക്കെ, കണ്ടോ, ഈ അയൺ സപ്ലിമെന്റ്സും തൈറോക്സിനും ഒരിക്കലും ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല. ഓക്കെ, കാരണം ഈ അയണും കാൽഷ്യം എന്ത് ചെയ്യും? തൈറോക്സിന്റെ അബ്സോർപ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അയൺ ടാബ് എടുക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ, അപ്പൊ പ്രഗ്നൻസിയുടെ സമയത്ത് എന്തായാലും അയൺ ടാബ്ലറ്റ്സ് കൊടുക്കും. അപ്പം തൈറോക്സിൻ എന്ന് പറയുന്നത് ഓൺലി 4 hours ആഫ്റ്റർ ദാറ്റ് നമ്മൾ കൊടുക്കാവും. ഓക്കെ, ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് പറയുമ്പം ആന്റിപാർട്ടം ആണ്. അതായത് നമ്മൾ
ആന്റിപാർട്ടം ഡിറ്റക്ഷൻ ആണ് നടത്തുന്നതെങ്കിൽ നമ്മൾ ലെവോതൈറോക്സിൻ കൊടുക്കുക. ലെവോതൈറോക്സിന്റെ ഡോസ് എന്ന് പറയുന്നത് ഒരു 25 to 50 മൈക്രോഗ്രാം കൂടുതൽ കൊടുക്കണം. നേരത്തെ പറഞ്ഞ അതേ മാനേജ്മെന്റ് തന്നെ, പക്ഷെ ഇവിടെ നമ്മളൊരു 25 to 50 മൈക്രോഗ്രാം എന്ത് ചെയ്യും, അഡീഷണലി കൂട്ടി കൊടുക്കും. നേരത്തെ ഞാൻ സ്റ്റാർട്ടിംഗ് ഡോസ് എത്ര പറഞ്ഞേ? 50 മൈക്രോഗ്രാം പെർ ഡേ അല്ലേ പറഞ്ഞത്. അപ്പൊ അതിന്റെ കൂടെ ഒരു 25 to 50 കൂട്ടി കൊടുക്കുക. അതായത് ഓൾമോസ്റ്റ് 100 മൈക്രോഗ്രാം പെർ ഡേ ഒക്കെ കൊടുക്കാം. എന്നിട്ട് നമ്മൾ സ്ലോലി എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്ത് പോവാം. ഓക്കെ, ടിൽ TSH ലെസ് ദാൻ 2.5 MIU per liter. ഓക്കെ, ലെസ് ദാൻ 2.5 MIU ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, കൂട്ടി കൊടുക്കും. എത്രേ ഉള്ളൂ. പിന്നെ പോസ്റ്റ്നേറ്റ്ലി നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 4 to 6 വീക്സ് കഴിയുമ്പോഴത്തേനും പേഷ്യന്റിനെ പിടിച്ച് ചെക്ക് ചെയ്യും. അവിടെ അന്നേരം തൈറോയിഡിന്റെ ലെവൽ എങ്ങനെയാണെന്ന് നോക്കും. അപ്പോഴും ഹൈപ്പോതൈറോയിഡിസം കാണിക്കുവാണെങ്കിൽ പേഷ്യന്റ് പോസ്റ്റ്മോർട്ടം തൈറോയിഡൈറ്റിസ് കണ്ടീഷനിൽ വരും. പോസ്റ്റ്മോർട്ടം തൈറോയിഡൈറ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് നമ്മൾ ട്രാൻസിയന്റ് തൈറോയിഡൈറ്റിസ് പറഞ്ഞില്ലേ, അതൊരു ടെമ്പററി കണ്ടീഷനാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇവിടെ പ്രഗ്നൻസി അല്ല, ഹൈപ്പോതൈറോയിഡിസം പ്രഗ്നൻസിയിൽ ഇത്രയും പോയിന്റ്സ് ഒക്കെ എഴുതിയാൽ മതി. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, കുഞ്ഞു ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം 2 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്തുവാന്ന് എഴുതണം. എന്തുവാന്ന് ഞാൻ പറഞ്ഞില്ലേ, TSH കൂടുതലായിരിക്കും, പക്ഷെ ഫ്രീ T3 and T4 ആയിരിക്കും. ഫ്രീ T3 and T4 നോർമൽ ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് തൈറോയിഡ് പെറോക്സിഡേസ് ആന്റിബോഡീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഈ ഞാൻ പറഞ്ഞു സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്താ, പേഷ്യന്റ് ഡെവലപ്സ് ഹൈപ്പോതൈറോയിഡിസം in 8 years. ഓക്കെ, ഇപ്പൊ പ്രഗ്നൻസിയിലാണെങ്കിൽ TSH മോർ ദാൻ 2.5 MIU per liter ആണെങ്കിൽ നമ്മൾ പറയും സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ആണെന്ന്. അല്ലാതെ നോർമലി ആണെങ്കിൽ മോർ ദാൻ 5 MIU per liter ബട്ട് ലെസ് ദാൻ 20 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ആണെന്ന്. പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴത്തേനും ഇപ്പൊ പ്രഗ്നൻസിയിൽ ഒരു പേഷ്യന്റ് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി നമ്മൾക്ക് വന്നു, TSH മോർ ദാൻ 2.5 MIU per liter. പിന്നെ നമ്മൾ ഫ്രീ T4 നോക്കിയപ്പോൾ നോർമൽ ഫ്രീ T4 ആയിരിക്കും. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ആന്റിബോഡീസ് നോക്കാം. തൈറോയിഡ് പെറോക്സിഡേസ് ആന്റിബോഡീസ് നോക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തൈറോയിഡ് പെറോക്സിഡേസ് ആന്റിബോഡീസ് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ 25 മൈക്രോഗ്രാം ആണ് ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ കൂട്ടി കൊടുക്കും. പിന്നെ TSH ലെവൽ മോർ ദാൻ നോർമൽ ആയിട്ടുള്ള ഒരാൾ, അത് പ്രഗ്നൻസിയുടെ കണ്ടീഷനാണ് ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ നോർമൽ ആയിട്ട് ഒരാൾ നമ്മൾക്ക് വന്നു, നമ്മൾ നോക്കി TSH മോർ ദാൻ 10 MIU per liter ആണ്, പക്ഷെ T4 നോക്കിയപ്പോൾ നോർമൽ T4 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം ആണെന്ന്. അപ്പൊ നമ്മൾ അടുത്ത് എന്ത് ചെയ്യും, നമ്മൾ ആന്റിബോഡീസ് നോക്കും. തൈറോയിഡ് പെറോക്സിഡേസ് ആന്റിബോഡീസ് പോസിറ്റീവ് ആണോ എന്ന് നോക്കും. തൈറോയിഡ് പെറോക്സിഡേസ് ആന്റിബോഡീസ് പോസിറ്റീവ് ആണ് എങ്കിൽ നമ്മൾ പേഷ്യന്റ് എന്ത് കൊടുക്കും, ലെവോതൈറോക്സിൻ കൊടുക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒബ്സർവ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസത്തിൽ എന്തുവാണെന്ന് എഴുതണം, എങ്ങനെ ഡയഗ്നോസിസ് ചെയ്യുന്നതെന്ന് പറയണം, പിന്നെ എന്തോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതെന്നും പറഞ്ഞു. ഓക്കെ അല്ലേ? ഹലോ, ഇനി അടുത്ത വെച്ചാൽ മിക്സഡിമ. മിക്സഡിമ അടുത്തൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, സെയിം ലിങ്ക് കയറിക്കോ.